മണിപ്പൂരിലെ കുക്കി വിഭാഗക്കാരുടെ ചുവടുവയ്പ്പുകൾ വയനാടിനത്ര പരിചിതമല്ല. എന്നാൽ മാനന്തവാടി മേരിമാതാ കോളേജിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കുക്കി വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ ഒരുക്കിയ നൃത്തം വേറിട്ട കാഴ്ചയായി. സംസ്ഥാനത്ത് വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന മണിപ്പൂരി കുട്ടികളാണ് തനത് താളത്തിൽ ചുവടുവെച്ചത്. മണിപ്പൂർ അശാന്തമാണ്. വംശീയ സംഘർഷങ്ങളുടെ വീർപ്പുമുട്ടലുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ കുട്ടികൾ സുരക്ഷിതത്വത്തിന്റെ സൗഖ്യം അനുഭവിക്കുന്നു. ഇവിടെയുള്ള കലാലയങ്ങളിൽ മണിപ്പൂരിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കുക്കി വിഭാഗത്തിലെ കുട്ടികൾ മേരി മാതാ കോളേജിലുണ്ട്. സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിലെ കുക്കി വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന മേരി മാതാ കോളേജിലെ സായാഹ്നം ലാംകോൾ അടക്കമുള്ള തനത് നൃത്താവതരണങ്ങളുടെ വേദിയായി. We are so thankful that despite all our thoughts and they did for us more. Like we didn't expect all these things, so we are so thankful again for this college. കുക്കി വിഭാഗക്കാരുടെ ഭരണകൂടം അവഗണനയാണ് തുടരുന്നതെന്ന ആശങ്ക വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. Since the government of India, the head of India is ignoring us, so we are really depressed and we are really disappointed today. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നതായിരുന്നു പരിപാടി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മാധ്യമ പ്രവർത്തകനുമായ വിനോദ് കെ ജോസ് ആയിരുന്നു മുഖ്യാതിഥി. #24 വയനാട്.